ഇന്ന് കറ്റാർവാഴ വെച്ചിട്ട് ഒരു പുഡിംഗാണ് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത്. അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ആണ് ഇവിടെ എടുത്തു വെച്ചിട്ടുള്ളത്. എന്തൊക്കെയാണെന്ന് പറയാം. കറ്റാർവാഴ തണ്ട് മുറിച്ചെടുത്തത്, നന്നായി ഇതിൻ്റെ കറ കളഞ്ഞെടുത്തതാണിത്. ഇങ്ങനെ ചാരി വെച്ചാൽ ഇതിൻ്റെ കുറച്ച് സമയം വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കറ പോയി കിട്ടും. അത് നന്നായി കഴുകിയെടുത്തതാണിത്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ജെല്ലെടുത്തിട്ട് ചെറിയ ചെറിയ പീസാക്കി ഇതേ പരുവത്തിലെടുക്കണം. ഇതുകൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. പിന്നെ ഇതിലേക്ക് വേണ്ടത് 10 ഗ്രാമിലെ 2 ചൈന ഗ്രാസിൻ്റെ പാക്കറ്റ്, മിൽക്ക് മെയ്ഡിൻ്റെ ഒരു ബോട്ടിൽ, പഞ്ചസാര വേണം. പഞ്ചസാര കുറച്ച് മതി, നമ്മൾ ശർക്കര യൂസ് ചെയ്യുന്നുണ്ട് ഇതിൽ. 1 കപ്പ് പഞ്ചസാര, 2 പാക്കറ്റ് പാല്, വാനില എസൻസ്, 4-5 ഏലക്ക പീസ്. ഇത്രയുമാണ് ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ. അപ്പോൾ നമ്മൾ കറ്റാർവാഴയൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ജെല്ലി പീസാക്കിയതാണിത്. ഇത് ഒന്ന് തണുത്ത വെള്ളത്തിൽ കഴുകുകയാണെങ്കിൽ നന്നായി അതിൻ്റെ പച്ചപ്പും കറയൊക്കെ നന്നായി പോയി കിട്ടും. അങ്ങനെ തണുത്ത വെള്ളത്തിൽ, നല്ല വെള്ളത്തിൽ 2-3 പ്രാവശ്യം കഴുകി പിന്നെ തണുത്ത വെള്ളത്തിൽ ഒന്നും കൂടി കഴുകിയെടുത്ത ജെല്ലാണിത്. ഈ ചൈന ഗ്രാസ് നമ്മൾ 2 കപ്പ് വെള്ളത്തിൽ, പച്ചവെള്ളത്തിൽ കുതിർക്കാൻ വെച്ചതാണിത്. അപ്പോൾ നമുക്കിത് സ്റ്റൗ ഓൺ ചെയ്യാം. പാല് തിളപ്പിക്കാൻ വെച്ചിരിക്കുകയാണ്. അപ്പോൾ പാല് നന്നായി തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച പഞ്ചസാര ആഡ് ചെയ്യാണ്. പഞ്ചസാര നന്നായി ഈ പാലിൽ മെൽറ്റ് ആവട്ടെ. അതിന് ശേഷം നമുക്കത് മാറ്റി വെക്കാം. അപ്പോൾ പഞ്ചസാരയൊക്കെ നന്നായി മെൽറ്റായിട്ടുണ്ട്. അതിന് ശേഷം നമുക്കതിൽ മിൽക്ക് മെയ്ഡ് ഒഴിക്കാം. മിൽക്ക് മെയ്ഡ് കുറേശ്ശെയായിട്ട് അരിയുന്നത് വരെ കുറേശ്ശെ ചേർത്ത് മിക്സാക്കാം. നമ്മുടെ പാലിൽ മിൽക്ക് മെയ്ഡൊക്കെ നന്നായി മിക്സ് ആയിട്ടുണ്ട്. 200 ഗ്രാമിൻ്റെ ബോട്ടിലാണിത്. മിൽക്ക് മെയ്ഡ് അതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്കത് മാറ്റി വെക്കാം. ഇനി ശർക്കര നേരത്തെ കാണിച്ചില്ല, അത് നന്നായി മെൽറ്റ് ചെയ്യാൻ വെക്കാം. ശർക്കര നന്നായി മെൽറ്റ് ചെയ്ത് വരുമ്പോൾ നമുക്കതിൽ ഈ കറ്റാർവാഴൻ്റെ ജെല്ല് അതിലിട്ട് ഒന്ന് വേവിച്ചെടുക്കാനായിട്ട് ഒരു 1/2 കിലോ ജെല്ലുണ്ട് കേട്ടോ. ഇത് കറ്റാർവാഴ തണ്ട് നേരത്തെ കാണിച്ചിരുന്നില്ല, അതിനെടുത്ത ജെല്ലാണ്. അത് ഒരു ഏകദേശം 1/2 കിലോ വരും. ശർക്കര മെൽറ്റായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഈ കറ്റാർവാഴൻ്റെ ജെല്ല് ഇട്ടു. ഇനി ഇതിൽ കടന്നൊരു 10 മിനിറ്റ് വേഗം. ഇപ്പോൾ ശർക്കരയൊക്കെ നന്നായി ഉരുകിയത് കണ്ടോ. ജെല്ല് അതിൽ പിടിച്ച് ഒരു ബ്രൗൺ കളർ ആയി. ജെല്ലിന് ബ്രൗൺ കളർ. ഇപ്പോൾ 10 മിനിറ്റ് ഇത് വേവിക്കണമെന്ന് പറഞ്ഞത് ഈ ശർക്കരപ്പാനിത്തെ മധുരമൊക്കെ ഈ ജെല്ലിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് ആയിട്ടുണ്ട്. ഇത് നമുക്കതിന് മാറ്റി വെക്കാം. നമുക്ക് കുതിർത്ത് വെച്ച ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്യാനായിട്ട് വെക്കാം. ആ കുതിർത്ത് വെച്ച വെള്ളത്തിൽ തന്നെ അത് മെൽറ്റ് ചെയ്യാം. നമ്മളെ ചൈന ഗ്രാസ് നന്നായി മെൽറ്റായി വന്നിട്ടുണ്ട്. നമുക്കത് ചെറു ചൂടോടെ തന്നെ നമുക്കത് പാലിലേക്ക് ഒഴിക്കണം. ചൈന ഗ്രാസ് ഒഴിക്കിയത് പാലിലേക്ക് ഒഴിക്കണം. സമയത്ത് നമുക്കിതിൽ ഏലക്കപ്പൊടി ചേർക്കാം, വാനില എസൻസ് ചേർക്കാം. ഒരു ചെറിയ സ്പൂൺ ചേർക്കാം. അപ്പോൾ അത് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് കറ്റാർവാഴ ശർക്കരയും കൂടെ മിക്സ് ചെയ്ത് ചേർക്കാം. ലാസ്റ്റ് സ്റ്റേജ് മിക്സ് ചെയ്യുക. പാലും ചൈന ഗ്രാസും കറ്റാർവാഴ ജെല്ലും
തേനും ശർക്കരയും എല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്യുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇത് നമ്മളിനി പുഡിംഗ് ട്രേക്ക് ഒഴിക്കാൻ പോവാണ്. അപ്പോൾ ഇത് പുഡിംഗ് ട്രേക്ക് വെച്ചു. ഇത് നമുക്കൊരു ഞാനിപ്പോൾ ഇവിടെ റോസ് പെറ്റൽ വെച്ചാണ് ഡെക്കറേഷൻ ചെയ്യാൻ പോകുന്നത്. ക്യാഷ്യൂനട്ട് റോസ് പെറ്റൽസ് വെച്ചാണ് ഡെക്കറേഷൻ ചെയ്യുന്നത്. നമുക്ക് എന്ത് വേണമെങ്കിലും വെച്ച് ഡെക്കറേഷൻ ചെയ്യാം. ഞാനിപ്പോൾ എൻ്റെ അടുത്തിപ്പോൾ ഇതാണുള്ളത്, ഇത് വെച്ച് ഡെക്കറേഷൻ ചെയ്യാൻ പോകുന്നത്. അതിനുശേഷം ഒന്ന് ചെറുതായി ചൂടാറിയതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. നമുക്കത് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. 3 മണിക്കൂർ